ജോസഫ് ആന്റണി, റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു, എങ്ങനെ കാണുന്നു? ജയ്ഷെ കിട്ടിയ വലിയ തിരിച്ചടിയാണോ? സേനയുടെ ഈ നീക്കത്തെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? അല്ല, കഴിഞ്ഞ ദിവസം മസൂദ് അസറിന് കിട്ടിയ തിരിച്ചടിയുടെ വേദനയിൽ നിന്ന് അദ്ദേഹം മോചിതനായില്ലല്ലോ. അതിനു മുമ്പാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഇങ്ങനൊരു വലിയ ഒരു നഷ്ടം ഉണ്ടാകുന്നത്. അപ്പൊ ഈ നഷ്ടം ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായ നഷ്ടത്തെക്കാൾ വലുതാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഈ ഭീകരപ്രവർത്തനങ്ങളിൽ ആകെയുള്ളതിൽ ഒരു സഹായിയും സഹപ്രവർത്തകനുമായിട്ടുള്ള വ്യക്തിയാണല്ലോ അദ്ദേഹം. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത് വാർത്തകൾ ശരിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ജോസഫ് ആന്റണി, നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ 14 പേർ 10 പേര് തന്റെ കുടുംബത്തിൽപ്പെട്ട 10 പേർ മരിച്ചു എന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ മരിച്ചു എന്ന് മസൂദ് അസർ പറഞ്ഞു. 10 പേരും 4 അനുയായികളും. അതിനുശേഷം എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് സംബന്ധിച്ച വിവരങ്ങളൊന്നും മസൂദ് അസർ തന്നെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇന്നലെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇന്നലെ പരിക്കേറ്റിരുന്നു, ഗുരുതരാവസ്ഥയിലായിരുന്നു, അതിന് ശേഷമാണ് മരണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റൌഫ് അസറിന്റെ കാര്യത്തിൽ. ഓക്കെ. അല്ല, എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ആക്രമണത്തിന് കുറച്ചുകൂടി ഒരു അർത്ഥമുണ്ടായി എന്ന് നമുക്ക് കരുതാൻ കഴിയും. കാരണം നമ്മളുടെ ഏറ്റവും തലവേദനകളായിരുന്നല്ലോ ഇവരെല്ലാവരും. അതിൽ തന്നെ ഈ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത, നമ്മൾ നേരത്തെയൊക്കെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് ആക്രമണം നടത്തിയതെങ്കിൽ നമ്മൾ നേരത്തെ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞതുപോലെ നമ്മൾ ഈ നടത്തിയ ആളുകളെ മാത്രമല്ല അവരുടെ പിന്തുണക്കാരെയും നമ്മൾ ആക്രമിക്കും എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പൊ അത് നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ സിയാൽകോട്ടിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ ആക്രമണം നടത്തിയത്, പാകിസ്ഥാൻ പ്രദേശത്ത് ലാഹോറിന്റെ അടുത്ത് തന്നെ. അപ്പൊ അത്തരം ആക്രമണത്തിൽ മസൂദ് അസറിന് നല്ലൊരു വേദന ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെ 25-26 നിരപരാധികളായ ആളുകളുടെ വേദനയും ദുഃഖവും ഇന്ത്യ ഒട്ടാകെ കണ്ടെങ്കിൽ നമുക്ക് അല്പമെങ്കിലും ആശ്വസിക്കാം. ഇത്തരം ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഭീകരന്മാർക്ക് ഉണ്ടായ ദുരന്തം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ദുഃഖം വാസ്തവത്തിൽ അത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകളാണല്ലോ നമ്മള് രാജ്യത്ത് കയറി ഈ പറഞ്ഞ തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. അത് നമ്മുടെ ഒരു ഭാരതത്തിന്റെ ഒരു നീക്കത്തിന്റെ ഒരു വിജയമായി നമുക്ക് കാണാവുന്നതാണ്. അതായത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം നേരത്തെ രാജ്യത്തെ വിരട്ടിയ, രാജ്യത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ നിരവധി ആക്രമണം, പാർലമെന്റ് ആക്രമണമായാലും അതോടൊപ്പം തന്നെ മുംബൈ ഭീകരാക്രമണമായാലും പുൽവാമ ആക്രമണമായാലും ഇതിലെല്ലാം മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് മസൂദ് അസർ ആയിരുന്നു. മസൂദ് അസറിനോടൊപ്പം അതിൻ്റെ എല്ലാ ആസൂത്രണത്തിനും പങ്കാളിയായിരുന്ന റൌഫ് അസറിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിജയം തന്നെയാണ്. ഒരുപക്ഷേ നാളുകളായി രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം നടന്നു എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷേ നമുക്കും പറയാൻ കഴിയുന്നത്, നേരത്തെ തന്നെ ഈ ഇന്ത്യൻ സേനയെക്കുറിച്ച് വലിയ തരത്തിൽ അപവാദങ്ങൾ പറഞ്ഞ RSS കൂടി കാണേണ്ടതുണ്ട്. RSSനേക്കാൾ, ഇന്ത്യൻ സേനയേക്കാൾ RSS ആണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ RSS മേധാവിയെ കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടത്. ഇന്ത്യൻ സേന തന്നെയാണ് ഈ കാര്യത്തിൽ വിജയം വരിച്ചിരിക്കുന്നത്. സേനയെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. രാഷ്ട്രം മുഴുവൻ കക്ഷി ഭേദമന്യേ, അതായത് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ നമ്മുടെ സേനയുടെ പ്രവർത്തനത്തിന് വളരെ അഭിനന്ദനങ്ങളും അവർക്ക് സല്യൂട്ടുകളും നൽകുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണ്ടത്. നമ്മുടെ സേനയുടെ ശക്തിയെ നമുക്ക് ഒരു കാലത്തും കുറച്ചു കാണാൻ കഴിയത്തില്ല. അത് 1965 മുതൽ 62 മുതൽ 65 മുതൽ 71 1999 ഒക്കെ നമ്മളിത് കണ്ടതാണ്. നമ്മുടെ സേനയെ എപ്രകാരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു, അതിനനുസരിച്ച് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ലോകത്തിലെ ഏറ്റവും കഴിവുള്ള സേനകളിലൊന്നാണ് ഇന്ത്യയുടെ സേന എന്ന് പറയുന്നത്. അവർക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. നമുക്കറിയാം, പാകിസ്ഥാനിലെ പോലെയുള്ള സ്ഥിതി അല്ലല്ലോ നമ്മുടെ സേന എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് വിധേയമായി നിൽക്കുന്ന ഒരു സേനയാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ 2 ആഴ്ച വരെ കാത്തിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വം അവരോട് പറയുമ്പോൾ 2 ആഴ്ച കാത്തിരിക്കുന്നത്. അതല്ലാതെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ചെയ്യുന്ന കണക്ക്, അവർക്ക് തോന്നുന്ന കണക്ക് പ്രവർത്തിക്കുന്ന ഒരു സേനയല്ല നമ്മുടെ. അതിലാണ് നമുക്ക് അഭിമാനം. നമ്മുടെ രാജ്യത്തിന്റെ ജോസഫ് ആന്റണി, താങ്കൾ പറഞ്ഞാണ് പ്രധാനം. അതായത് രാഷ്ട്രീയ നേതൃത്വത്തിനൊത്തു തുള്ളുന്നതല്ല രാജ്യത്തെ സേന. പക്ഷേ ആ സേനയെ പോലും നമ്മൾ ഈ സാഹചര്യത്തിൽ ഒന്നുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ആ സേനയെ പോലും അസ്ഥിരപ്പെടുത്തുന്ന നീക്കങ്ങൾ പല ഘട്ടങ്ങളിലും കേന്ദ്രം ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കരാർ ജോലിയാക്കി മാറ്റുന്ന സേനയിലെ പ്രവർത്തനത്തെ കരാർ ജോലിയാക്കി മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 1.5 ലക്ഷത്തോളം ഒഴിവുകൾ, കൂടുതൽ സേനയ്ക്ക് കരുത്ത് പകരേണ്ടതുണ്ട്. നേരത്തെ എടുത്ത തീരുമാനങ്ങൾ പലതും തെറ്റായിപ്പോയി എന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തേണ്ട ഒരു സാഹചര്യം കൂടി സംജാതമായിരിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരുന്നു. അല്ല, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണല്ലോ നമുക്ക് നമ്മുടെ സ്ഥിരം സേന, ശക്തമായ സേന, നല്ല രീതിയിൽ പരിശീലനം ലഭിക്കുന്ന സേന ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ബോധ്യം വരുന്ന സന്ദർഭമാണിത്.
കാരണം താൽക്കാലിക ജോലിക്കാരെന്നുള്ള നിലയ്ക്ക് എടുക്കപ്പെടേണ്ട ഒരു വിഭാഗമല്ല സൈന്യം. അപ്പൊ സൈന്യത്തിന് പരിശീലനം, സൈന്യത്തിന് ലേക്ക് നമ്മൾ സംക്രമിപ്പിക്കേണ്ട ഒരു സംസ്കാരം, അതിന്റെ ഭാഗമായിട്ടുള്ള അച്ചടക്കം, ജോലി സ്ഥിരത, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ശമ്പളം, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു സേനയ്ക്ക് ലഭിക്കുമ്പോഴാണ് ആ സേന യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ ഭാഗമായി മാറുന്നത്. രാഷ്ട്രത്തെ നമ്മൾ എന്തും ചെയ്ത് സംരക്ഷിക്കണമെന്നുള്ള ചിന്തയിലേക്ക് വരുന്നത്. അതിൽ കുറച്ചുനാൾ 4 വർഷം 5 വർഷം കരാർ ജോലി ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു ആത്മാർത്ഥതയോ കമ്മിറ്റ്മെന്റോ സേവന സന്നദ്ധതയോ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള, അതായത് സേനയുടെ യഥാർത്ഥത്തിലുള്ള ഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അതിന്റെ കൂടെയാണ് ഈ പറഞ്ഞ തരത്തിലുള്ള RSS പോലെയുള്ള സംഘടനകൾ ഈ നമ്മുടെ സേനയുടെ ആത്മവീര്യം തകർക്കുന്നതിന് പോലെയുള്ള പ്രസ്താവനകളും നീക്കങ്ങളും ഒക്കെ നടത്തുന്നത്. അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മുടെ സേനയുടെ ശക്തിയെ ദുർബലപ്പെടുത്തുന്നതും സേനയുടെ ആത്മവീര്യത്തെ ദുർബലപ്പെടുത്തുന്നതുമായിരിക്കും.